നിന്ന് കാട്ടി വെച്ചാണ് നമ്മുടെ ലെക്സ് പ്ലേയുടെ ഇൻട്രോ 55ാമത്തെ എപ്പിസോഡായി ഗൈസ്. 55ാമത്തെ എപ്പിസോഡ് കുറച്ച് വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വെറൈറ്റി ആണെന്ന്. കണ്ട സവാന ബയോ സവാന ഇല്ലത് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അല്ലല്ലോ അയ്യോ ഇത് മറ്റേ ഇത് ഏത് സ്ഥലമായിരുന്നു ഇത് ഒരു മിനിറ്റ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സ്വാങ് ഏതോ ഒരു സ്ഥലം. ഞാൻ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി ഗൈസ്. ഇത് ഇതാ ഹട്ടൊക്കെ കണ്ടുല്ലോ. ഹായ് ഇവിടെ വിച്ചുണ്ടോ? മരമൊക്കെ വളർന്ന് ആകെ വീട് അലങ്കോലായി കിടക്കുക ഗൈസ്. മഷ്റൂം കിട്ടി. ബ്രൗൺ മഷ്റൂമാന്ന് തോന്നുന്നു. എന്തായാലും കരിപൂച്ച. ഇതിൻ്റെ നമുക്ക് പൂച്ച കട്ട്ലേറ്റ് ആക്കിയാലോ? വേണ്ട ഗൈസ്, ഞാൻ ആ പൂച്ചനൊക്കെ വിട്ടു ഗൈസ്. നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് നീങ്ങി വന്നപ്പോൾ ആ സോങ്ങിൽ ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ. സ്വാങ് അങ്ങനെ സ്വാമ്പ് സോറി സ്വാമ്പല്ലേ? സ്വാമ്പാണ്. ഞാൻ ഇത് വിട്ടുപോയി ഗൈസ്, എന്തോ പറ്റി. സത്യം പറയാൻ 2-3 ദിവസമായിട്ട് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ല. അതാണ് പറ്റിപ്പോയി. സത്യം പറയാൻ ഞാൻ വേറൊരു 4K ലോഡിങ് ആണെന്ന് എനിക്കറിയാലോ. അപ്പം ഞാൻ എൻ്റെ ചെറിയൊരു വീഡിയോ റെക്കോർഡിങ്ങിലായിരുന്നു. അതെന്തായാലും 4K അടിക്കുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ സ്പെഷ്യലല്ല, Q&A ടൈപ്പൊന്നല്ല. എന്തായാലും അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പ്രതീക്ഷിച്ച സാധനം എനിക്ക് കിട്ടി. ഇതിൻ്റെ സാപ്ലിങ്. പക്ഷേ ഇതെനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ സാപ്ലിങ് മാത്രം എടുക്കാനല്ല വന്നത് കഴിച്ച്. എനിക്ക് ഇവിടെ നിന്ന് മറ്റേ ഇതിൻ്റെ ഡർട്ട് വേണം. ഇതെന്താ മഡ് സോറി. ഈ മഡ് എനിക്ക് ഇഷ്ടം പോലെ കളക്ട് ചെയ്യണം ഗൈസ്. ഞാൻ അതിന് വേണ്ടി എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഒരു ഷൾക്കറിൽ മൊത്തമുള്ള റോക്കറ്റ് തീർത്താണ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വന്നത്. എന്തായാലും ഒരു പോർട്ടലും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ തുള്ളി കളിക്കാം. ഇവിടെ നിന്ന് പറ്റുകയാണെങ്കിൽ തവളേനെയും കൊണ്ടുപോകണം. തവളക്കറി വെക്കാനൊന്നല്ല കേട്ടോ, നമുക്ക് തവളേനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോടെ ദൈവം ഇത് മീമി അത് കൂടെ ഓടിക്കോട്ടെ. എന്തായാലും ഇപ്പം എൻ്റെ കുറച്ച് ആട്ട് ഇറച്ചിയുണ്ട്, അത് തീരുമെന്നെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ട. മീനെ നമുക്ക് അക്കോറി ഉണ്ടാക്കിയിട്ട് അതിൽ എടുത്തിടാം. അതിൽ വിശക്കുമ്പോൾ പിടിച്ച് തിങ്ങാന്ന് ഇത്. ഓക്കെ, ഞാൻ എന്തായാലും മണ്ടക്കേക്ക് ഒന്ന് ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കുഴപ്പമില്ല ഗൈസ്. ഞാൻ അങ്ങനെ പോർട്ടൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വഴി ചെല്ലണത് നമ്മുടെ അങ്ങോട്ട് ആയിരിക്കണം. സവാനിയാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ലോ ദൈവമേ. അതെ അവിടെ ഉണ്ട്. കണ്ട ആരസ് പറഞ്ഞത് ചെയ്യും. എനിക്കറിഞ്ഞൂട്. ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. 55 എപ്പിസോഡായത് എൻ്റെ ആണോ? ആമക്കുട്ടി. എടാ നീ എൻ്റെ കാണാണ്ട് പോയ ഉണ്ണി. ഇവനല്ലെന്ന് തോന്നുന്നു. ഇവൻ വേറെ ഏതോ ഉണ്ണിയാണ്. വേറെ അമ്മമാര് നല്ല തലക്കടിക്കും. അതെ, എനിക്ക് ഈ സംഭവമൊക്കെയാണ് വേണ്ടത്. ഞാൻ 2-3 ഷൾക്കറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇല്ല. അതിനൊക്കെ പോയി ഒന്ന് എടുത്ത് ഇതൊക്കെ കളക്ട് ചെയ്യണം. ചെറിയൊരു റീപ്ലേ മോഡ് പോയി കണ്ടിട്ടുക. അപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. നമ്മളെന്തായാലും 4K ലോഡിങ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. ആശാനെ ചക ഒരു ബോട്ട് കിട്ടി. ഈ ഷിപ്പിൻ്റെ അകത്ത് നിറച്ചും ഷിപ്പല്ല വെള്ളമാണെന്ന്. ഇത് ഇതിൽ നിന്ന് മറ്റേ സംഭവം കിട്ടി കഴിച്ചു എനിക്ക്. മറ്റേ ട്രഷർ മാപ്പ്. ഞാൻ വെറുതെ പറന്ന് നോക്കിയതാ. എൻ്റെ ആണെങ്കിൽ ഞാൻ 32 ചങ്കിട്ടിട്ട് കളിക്കാറ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാത്തപ്പോൾ ഇങ്ങനെ ഷെയ്ഡറൊക്കെ ഓഫ് ചെയ്ത് 32 ചങ്കിട്ട് കളിക്കാൻ നല്ല രസമല്ലേ? എന്തെങ്കിലും അഡ്വഞ്ചറായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്
എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു മാപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ആ മാപ്പിലുള്ളതൊന്ന് എന്നെ എടുക്കണമെന്ന്. അത് എൻ്റെ ലാൻഡ് ചെയ്യണം അവിടെ വെച്ച്. ഓക്കെ, അതെന്തായാലും എടുക്കാം. ശ്വാസം കിട്ടില്ല. ചത്ത് റെസ്പിറേഷനൊന്നും ഇല്ല എൻ്റെ ആർമറിൽ. ഞാൻ ഒരു പാവപ്പെട്ടവനാണേ. ഓക്കെ, ഇതിൻ്റെ മാപ്പ് ലൊക്കേഷൻ അങ്ങോട്ടാണ്. എനിക്ക് മാപ്പിലുള്ള നിധി ഇന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന്. ഇതിൽ നിന്ന് മറ്റേ ഹാർട്ട് ഓഫ് ദി സീ കിട്ടും, അതെനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും അക്വറി എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വയ്ക്കാമല്ലോ, നമുക്ക് ആവശ്യം വരുന്നു. ഇത് നമ്മുടെ പോർട്ടലും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പോർട്ടലൊക്കെ അവിടെ നിൽക്കട്ടെ. സംഭവം ഞാൻ കണ്ടുപിടിച്ച്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കണേ. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും വരുമെന്ന് ഒരു ഇത് വേണ്ട. പിന്നെ എന്താ നമ്പറൊക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഫോൺ നമ്പർ തന്നെ കാണാണ്ട് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്നും കൂട്ടി വരാൻ എനിക്കറിയില്ല. ഒന്നും വലിയൊന്നല്ലേ വെറുതെ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ വിചാരിച്ചു. വേണമെങ്കിൽ ഞാൻ ബീക്കം കൊണ്ടൊന്ന് തുരക്കും. അല്ലെങ്കിൽ TNT ഡൂപ്പ് ചെയ്ത് ഇവിടെ പൊളിക്കും. വേണ്ട, ഡൂപ്പിംഗ് ഒന്നും വേണ്ട. നമുക്ക് ക്രീപ്പർ ഫാം ഉണ്ട്, അത് വെച്ച് നമുക്ക് പവറാക്കാം. അത് പറഞ്ഞപ്പോൾ നമുക്ക് ക്രീപ്പർ ഫാം ഇല്ല, മോപ്പ് ഫാമാണ് ഉള്ളത്. എന്തായാലും ഞാൻ അവിടെ കുറേ നേരം നിന്ന് തരഞ്ഞു ഗൈസ്. എന്നിട്ട് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പോയി. എവിടെ ഇതൊന്നും കാണുന്നില്ലല്ലോ. എടേ, ഹാർട്ട് ഓഫ് ദി സീ. ഓക്കെ, കുറച്ച് എമറാൾഡ് കിട്ടി, കുറച്ച് TNT കിട്ടി. ഗൈസ്, ഈ ചെസ്റ്റും കൂടി എടുത്തേക്കാം. ഇത് വാല്യുബിൾ ചെസ്റ്റാണ്, ഇരിക്കട്ടെ. ഇതൊക്കെ ഞാൻ ഇവിടെ മൊത്തം TNT ഇട്ട് പൊട്ടിച്ച വിലയാക്കി. എന്നിട്ട് ഇത് ഇവിടെ മൂലയ്ക്ക് ഒളിച്ചിരിക്കുക കൊച്ചു കള്ളൻ. ഇത് ഇവിടെ നിന്ന് സാൻഡും കാര്യങ്ങളൊക്കെ വാരിയേക്കാം. നമുക്ക് എന്തായാലും ഇനി ആവശ്യം വരും. ഒരു സൂപ്പർ സ്മെൽട്ടറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നു. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഗുരുക്കി കളിക്കാമല്ലോ. നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. എന്തായാലും നമ്മളിനി സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കണം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോസ് ഡെയിലി ഇടാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. എന്തായാലും ഞാൻ കുറച്ച് പരിപാടിയിലായതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. ഞാനതിൽ എക്സ്പ്ലെയർ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്, പിന്നെ വേണ്ടെന്ന് വേണമെന്ന് വിചാരിച്ച് ഇപ്പം എന്തായാലും വേണമെന്നാണ്. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് തരാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇടും. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വ്യൂസ് കിട്ടില്ല. എനിക്ക് വ്യൂസ് കിട്ടുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമാണ്. എന്താ പറയുക, നമുക്ക് ഇടാൻ വീണ്ടും റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് സുഖം കിട്ടും. നല്ല എന്താ പറയും, ഒരു ഇത് കിട്ടും. അത് നിങ്ങൾ യൂട്യൂബറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയും. ഞാൻ ഒരു കില്ലാടി തന്നെ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇനി ഡെയിലി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കണത് 5:59 എന്തായാലും 5:59 ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആ ദിവസം തന്നെ ഇടും. എന്തായാലും 5:59 കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരിക, അതിന് മുമ്പ് വരില്ല. പക്ഷെ ഇവന്മാരെങ്ങനെ ഇവിടെ വന്നു? ഇവന്മാരൊക്കെ എങ്ങനെ ഇവിടെ വരില്ലേ? എനിക്കറിയാൻ പാടില്ല കേട്ടാ. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാം. നമുക്ക് എന്തായാലും ആവശ്യം വരും. ഇല്ലാത്തൊരു ആർമർ എന്തിനാണാവും പറഞ്ഞപ്പോൾ നമുക്കൊരു മ്യൂസിയം പോലെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യണം. അവിടെ എല്ലാ ബ്ലോക്കും എല്ലാ ആർമർ എല്ലാ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കണം. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇവന്മാരെ ഒന്ന് കൊല്ലട്ടേന്ന്. ആരടാ? എൻ്റെ ആർമർ സെറ്റാണ്, ടോട്ടോ എടുത്ത് വെച്ചേക്കാം. പേടിയൊന്നുമില്ല. എന്തായാലും പാവക്കുട്ടി ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കട്ടെ എന്ന്. നീ ചാവും. നീ പിരിയും പൊക്കി കാണിക്കണം. നീ ആരാടാ? നീ സുധിയണ്ണൻ്റെ ആളാണ്. സുധിയണ്ണനെ കളിയാക്കിയിട്ട് കേട്ടോ. സുധിയണ്ണ ഈ മൈൻക്രാഫ്റ്റ് കോടി, കേരള മൈൻക്രാഫ്റ്റ് കോടി. ഇനി ടെക്നോളജി ഇടും. മറ്റേ പുള്ളിനെയൊക്കെ പറയാനല്ലേ? വേണ്ട, എനിക്കറിയാം. ബാക്കി അതേ നമുക്ക് ആവാല് ഒമിനിസ് ബോട്ടിലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ പുറത്ത് നല്ല അമ്പും തന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം ഇരിക്കട്ടെ ഇന്ന്. ഞാൻ ലാഭ വീണേനെ എനിക്കറിയാം. നിങ്ങളത് നോക്കിയിരിക്കുന്നത് കള്ളന്മാരെ. ഞാൻ വീടില്ല. ഞാനാണെങ്കിൽ അത് ഇത് നോക്കുക. എന്ത് നല്ല ഭംഗിയുള്ള പൂന്തോട്ടവും ഒരു പൂക്കാരനും. ഇതെന്തോ പൂക്കാരനാണോ പൂക്കാരിയാണോ എന്ന് എന്നോട് ചോദിക്കരുത്. എന്തായാലും തേനീച്ചയുടെ തേനും കാര്യങ്ങളൊക്കെ എടുത്ത് ഒറിജിനൽ തേനാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ് ഗൈസ്. ഒരു പുള്ളിയാണ്. പുള്ളി മതി ചേച്ചിയൊന്നും വേണ്ട, ചേട്ടൻ തന്നെ മതി. ചേട്ടനാണ് കുറച്ച് അഡ്വഞ്ചർ ചേട്ടൻ. ഇവിടെ നമുക്ക് എന്തായാലും ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് കണ്ടത് നല്ലൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡ്രസ്സല്ലേ ഗൈസ്? ഇതുപോലെ എന്തെങ്കിലും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇവിടെ 2-3 ബീഹൈവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ
ഇത് കാണാൻ അതേ കണ്ട ആപ്പിളും കാര്യങ്ങളുണ്ട്. ഇത് ആപ്പിൾ മരമാണ്. ഇതിൽ മാങ്ങയൊന്നുമില്ല. ഇല്ല. അതുകൊണ്ട് നമ്മൾ മാങ്ങ മരം ഒന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾക്ക് എന്തായാലും വേറെ എന്തെങ്കിലും ആപ്പിൾ പിന്നെ എന്തിട്ടുള്ളത് ഇതിൽ ആപ്പിൾ മരം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ എല്ലാ സാധനങ്ങളും സെറ്റായി വരണ്ട്. പിന്നെ ഇത് ഈ പുല്ലാണെങ്കിൽ ഇങ്ങനെ പടരണം കേസ്. ഇതിനെന്തെങ്കിലും നമുക്കൊന്ന് വഴിയൊന്ന് കണ്ടുപിടിക്കണം. കുഴപ്പമില്ല. പിന്നെ കാറ്റസും കാര്യങ്ങളൊക്കെ വളരുന്നുണ്ട്. ഞാൻ പറിച്ചെടുത്തതാണ് ഇപ്പോൾ 2 വെറുതെ ഒരു സുഖം. അത് വലുതാവും ഇങ്ങനെ പറിച്ചെടുക്കാൻ നല്ല ഭംഗിയാണല്ലോ. ഇതാ മോനെ മീനെ പിടിച്ച് കഴിഞ്ഞില്ലേ. പിന്നെ നമുക്ക് ഇത് ഇവിടെയാണെങ്കിൽ ഒരു സംഭവം ബിൽഡ് ചെയ്യണമെന്നുണ്ട്. എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എന്തെങ്കിലും കുളം തന്നെ പണിയാന്ന് വിചാരിച്ചു. പിന്നെ അല്ല വിചാരിച്ചു എപ്പോഴും എല്ലായിടത്തും കുളം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇത് ഇവിടെയും കുറേ സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ടൊന്ന് ഒരു എൻട്രൻസ് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പണികൾ. ഇത് ഇങ്ങോട്ട് ഒരു എൻട്രൻസ് സെറ്റ് ചെയ്യണം. അതൊരു ഡോക്ക് പോലത്തെ മറ്റേ സംഭവമില്ലേ. ഇത് ഇവിടെ ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചാണ്. ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഇപ്പം സെറ്റ് ചെയ്യാനാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ മടിയായിട്ട് വരാണ് ഗൈസ്. ഞാൻ എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഇടണമെങ്കിൽ ഒരു ദിവസം ചെറിയ പണികൾ ചെയ്യാം. അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യായിരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടില്ല, എഡിറ്റും ചെയ്യില്ല, നിങ്ങൾക്കൊന്നും കാണാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി ഡെയിലി പതുക്കെ നിങ്ങൾക്ക് ഒരേ വീഡിയോസൊക്കെ ഇട്ട് പോവാന്ന്. എൻ്റെ മൂക്കിടിച്ചു, സോറി. നിങ്ങളുടെ മേത്ത് അയ്യോ എൻ്റെ മീശ തട്ടിങ്ങ ക്ഷമിക്കണം. എൻ്റെ നല്ല മീശയാണ്.